വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് SSLC ഹിന്ദി മൂന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററായ എക് തിനക എന്ന കവിതയിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയോദ്ജി എഴുതിയ എക് തിനക എന്ന കവിത നമുക്ക് വലിയൊരു മെസ്സേജാണ് തരുന്നത്. അഹങ്കാരം ഒരാളെ വലിയവനാക്കില്ല. അഹങ്കാരം ദോഷകരമാണ്. ചെറിയൊരു പുൽക്കൊടിക്ക് പോലും മനുഷ്യന്റെ അഹങ്കാരം തകർക്കാൻ കഴിയും. മനുഷ്യൻ എപ്പോഴും വിനയത്തോടു കൂടി ജീവിക്കണം എന്ന വലിയ മെസ്സേജ് തരുന്ന ഒരു കൊച്ചു കവിതയാണിത്. നമുക്ക് ഈ കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏണ്ട് കോ യഹാം ബേചാരി ക്യോം കഹാം ഗയാ ഹേ? ഏണ്ടിനെ എന്തുകൊണ്ടാണ് പാവം എന്ന് പറയുന്നത്? ബേചാരി പാവം. ആൻസർ, एंड तो अपने को शक्तिशाली और अपराजय സമച്ചതി थी. ഏണ്ട് അഹങ്കാരം സ്വയം ശക്തനും അജയ്യനുമാണെന്ന് കരുതിയിരിക്കുന്നു. പർ എന്നാൽ एक छोटे से तिनके से उसे हार मानना पड़ा. एक छोटे से तिनके से ഒരു ചെറിയ പുൽക്കൊടി കൊണ്ട് തന്നെ ഉസെ ഹാർ മാനന പട അവന് പരാജയം സമ്മതിക്കേണ്ടി വന്നു. ഇസ് കാരൺ ഉസേ ബേചാരി കഹാ ഗയ. ഈ കാരണം കൊണ്ടാണ് അതിനെ പാവം എന്ന് ദയനീയൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏക് തിനക ഹേ ബഹുത് തേരെ ലിയേ യഹാം തിനക ക്യാ ക്യാ ഹോ സക്തേ ഹേ? ഒരു പുൽക്കൊടി തന്നെ നിനക്ക് ധാരാളമാണ്. നിന്റെ അഹങ്കാരം ഒഴിവാക്കാൻ ഒരു പുൽക്കൊടി തന്നെ ധാരാളമാണ്. ഇവിടെ പുൽക്കൊടിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? എന്തെല്ലാം എന്ന് പറഞ്ഞത് തിനക, പുൽക്കൊടി അല്ലെങ്കിൽ വൈക്കോൽ കഷ്ണം എന്നൊക്കെ പറയും. അതിന് ജീവിതത്തിൽ എന്തെല്ലാം കൊണ്ടുവരാൻ സാധിക്കും? ആൻസർ, യഹ് തിനക ജീവൻ കി വിഷമതായേം ഹോ സക്താ ഹേ. ഈ പുൽക്കൊടിക്ക് അല്ലെങ്കിൽ ഈ വൈക്കോൽ കഷ്ണത്തിന് ജീവിതത്തിലെ വിഷമതായേം ഹോ സക്താ ഹേ, വിഷമതകൾ, പ്രോബ്ലംസ്, സങ്കടങ്ങളൊക്കെ ആകാൻ കഴിയും. ആനന്ദ്മേം ബാധാ ബനിനെ വാല ഹോ സക്താ ഹേ, സന്തോഷത്തിന് തടസ്സം സൃഷ്ടിക്കാനും സാധിക്കും. ഒരു പുൽക്കൊടി തന്നെ നമുക്ക് ജീവിതത്തിൽ സങ്കടമുണ്ടാക്കാനും നമ്മുടെ സന്തോഷത്തിൽ സങ്കടങ്ങൾ ഉണ്ടാക്കുവാനും ഒരു പുൽക്കൊടി തന്നെ മതി. നെക്സ്റ്റ് ആക്ടിവിറ്റി വരുന്നത് നമൂനെ കെ അനുസാർ കവിത കി പംക്തിയോം കോ ബദൽക്കർ ലിഖേം. ഇവിടെ തന്നിരിക്കുന്നത് പോലെ കവിതയിലെ വരികൾ മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഏക് തിനക ആങ്ക് മേ മേരി പട. ഇത് കവിതയിലെ വരിയാണ്. അതിനെ ഗദ്യരൂപത്തിലോട്ട് മാറ്റിയിരിക്കുകയാണ് ഇവിടെ. ഗദ്യരൂപത്തിലോട്ട് മാറ്റുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഗദ്യരൂപത്തിലോട്ട് മാറ്റുമ്പോൾ ഗദ്യരൂപത്തിന് ഒരു ഗ്രാമാറ്റിക്കൽ ഓർഡർ ഉണ്ടാവും. എന്നാൽ പദ്യരൂപത്തിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. ഇവിടെ നോക്കാം. ഏക് തിനക ആങ്ക് മേ മേരി പടി. ഏക് തിനക ഒരു പുൽക്കൊടി, ആങ്ക് മേം കണ്ണിൽ, മേരി എന്റെ പട പതിച്ചു. ഒരു പുൽക്കൊടി കണ്ണിൽ എന്റെ പതിച്ചു. അതിന് ഗദ്യരൂപത്തിലോട്ട് മാറ്റുമ്പോൾ മേരി ആങ്ക് മേം ഏക് തിനക പട, എന്റെ കണ്ണിൽ ഒരു പുൽക്കൊടി പതിച്ചു. അപ്പൊ അതിനൊരു ഓർഡർ ഉണ്ട്. ഇത് ഓർഡർലെസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ പോയത്തിന് കവിതക്ക് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. അപ്പൊ പദ്യരൂപത്തിൽ നിന്ന് ഗദ്യരൂപത്തിലോട്ട് മാറ്റാനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ തന്ന ഉദാഹരണം വെച്ചിട്ട് കവിതയിൽ ബാക്കി എല്ലാ ലൈൻസും അങ്ങനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. കവിതയിലെ ഫസ്റ്റ് ലൈൻ, മേം ഗമണ്ടോ മേം ബര ഏംഡാ ഹുവ. മേം ഗമണ്ടോ മേം ബര ഔർ ഏംഡാ ഹുവ. അതിൽ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല. നെക്സ്റ്റ്, ഏക് ദിൻ ജബ് ദാ മുണ്ടേരെ പർ ഗഡ. ഏക് ദിൻ ഒരു ദിവസം, ജബ് ദാ ആയിരുന്നു, മുണ്ടേരെ പർ ഗഡ പാരപ്പെട്ടിൽ നിന്നു. അപ്പൊ പാരപ്പെട്ടിൽ നിൽക്കുകയായിരുന്നു എന്ന് വരണം. അപ്പൊ ഇതാ ലാസ്റ്റിലോട്ട് പോണം. ഇതാ ഹേ എന്നൊക്കെ വരുന്നത് അവസാനം, സെന്റൻസിന്റെ അവസാനമായിരിക്കും വരുന്നത്. അപ്പോ വരുന്നത് ഏക് ദിൻ, ജബ് ഏക് ദിൻ മുണ്ടേരെ പർ ഗഡ ഥ, അങ്ങനെ എഴുതാം. നെക്സ്റ്റ് നോക്കിയേ, ആ അച്ചാനക് ദൂർ സേ ഉഡ്താ ഹുവ. ആ വന്നു, അച്ചാനക് പെട്ടെന്ന്, ദൂർ സേ ദൂരെ നിന്ന്, ഉഡ്താ ഹുവ പറന്നുകൊണ്ട്.
അതിനെങ്ങനെയാക്കണം? പെട്ടെന്ന് ദൂരെ നിന്നും പറന്നു വന്നു. അചാനക് ദൂർസെ ഉടുത്താ ഹുവ. പെട്ടെന്ന് ദൂരെ നിന്നും പറന്നു കൊണ്ടുവന്നു എന്ന രൂപത്തിലാക്കണം. നെക്സ്റ്റ്, എക് തിനക ആങ്ക് മേ മേരി പട. ഇത് നമ്മളവിടെ തന്ന ഉദാഹരണമാണ് അല്ലെ. മേരാ ആങ്ക് മേം എക് തിനക പട. മേം ചിച്ചക്ക് ഉടാ ഹുവ ബേചൈൻ സാ. അതിനെങ്ങനെ വന്നിട്ടുണ്ട്? മേം ബേചൈൻ സാ ഹുവ ചിച്ചക്ക് ഉടാ. നെക്സ്റ്റ് വരുന്നത് ലാൽ ഹോക്കർ ആങ്ക് ബി ദുഃഖിനയിലേക്ക്. ലാൽ ഹോക്കർ ചുവന്നുകൊണ്ട്, ആങ്ക് ബി കണ്ണുകളും, ദുഃഖിനയിലേക്ക് വേദനിക്കാൻ തുടങ്ങി. അപ്പൊ കണ്ണുകൾ ചുവന്നുകൊണ്ട് വേദനിക്കാൻ തുടങ്ങില്ല. ആങ്ക് ബി ലാൽ ഹോക്കർ ദുഃഖിനയിലേക്ക്. ഇത് നോർമൽ പദ്യരൂപത്തിൽ നിന്ന് ഗദ്യരൂപത്തിലോട്ട് മാറ്റുന്നതാണല്ല. അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. മുഹ്ദേനെ ലോക് കപ്പടേക്ക് ലേകെ. ലോക് കപ്പടേക്ക് മുഹ്ദേനയിലേക്ക്. ഏണ്ട് ബേച്ചാരി ദബേ പാവോം ഭാഗി. ബേച്ചാരി ഏണ്ട് ദബേ പാവോം ഭാഗി. നെക്സ്റ്റ് വന്നിട്ടുള്ളത് जब किसी दब से निकल तिनका गया. जब किसी दब से तिनका निकल गया. ഇവിടെ നിഖൽ ഗയ ഒരുമിച്ചായി. തബ് സമച്ചിനെ യോ മുझे താനേ ദിയേ. തബ് സമച്ചിനെ യോ മുझे താനേ ദിയേ. അതിൽ മാറ്റമൊന്നുമില്ല അല്ലെ. നെക്സ്റ്റ്, ഏണ്ടുത്താ തൂ കിസ്ലിയെ ഇത്തനാ രഹ. തൂ കിസ്ലിയെ ഇത്തനാ ഏണ്ടുത്താ രഹ. ഏണ്ടുത്ത അസ്വസ്ഥനാകുന്നത് തൂ നീ, കിസിലി എന്തിനു വേണ്ടി, ഇത്തനാരഹ ഇത്രത്തോളം. അപ്പൊ നീ തൂ കിസിലി നീ എന്തിനു വേണ്ടിയാണ് ഇത്തന ഏണ്ടുത്താരഹ ഇത്രത്തോളം അസ്വസ്ഥനാകുന്നത് എന്ന രീതിയിലാക്കുക. ലാസ്റ്റ്, ഏക് തിനഗാഹെ ബഹുത്ത് തേരേലിയെ. ഏക് തിനഗാഹെ ഒരു പുൽക്കൊടിയാണ്, ബഹുത്ത് തേരേലിയെ വളരെ നിനക്ക് വേണ്ടി. തേരേലിയെ ഏക് തിനക ബഹുത്ത് ഹെ. നിനക്ക് ഒരു പുൽക്കൊടി തന്നെ ധാരാളമാണ് എന്ന രീതിയിലോട്ട് മാറ്റി എഴുതുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ആക്ടിവിറ്റിയിലേക്കാണ് പോകുന്നത്. ആശയ് സമച്ചേം സഹി വാക്യ ബനായേം. ആശയം മനസ്സിലാക്കി ശരിയായ സെന്റൻസ് നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മീനിങ്സ് നോക്കാം. ഗമണ്ടി അഹങ്കാരം. തിനക്ക വൈക്കോൽ അല്ലെങ്കിൽ പുൽക്കമ്പ്, പുൽനാമ്പ് ഒക്കെയാണ്. ഏംഡ് എന്ന് വെച്ചാൽ അഹങ്കാരം. ആംഗ് കണ്ണ്. നെക്സ്റ്റ്, ചുപ്പുകേസെ ബാഗ് ഗയി. മിണ്ടാതെ ഓടിപ്പോയി. മുണ്ടേരെ പർ ഗഡാദ. പാരപ്പെട്ടിൽ നിൽക്കുകയായിരുന്നു. ലാൽ ഹോക്കർ ദുഃഖിനെ ലഗി. ചുവന്നുകൊണ്ട് വേദനിക്കാൻ തുടങ്ങി. ദൂർ സേ ആക്കർ ആങ്ക് മേ പട് ഗയ. ദൂരെ നിന്ന് വന്നിട്ട് കണ്ണിൽ പതിച്ചു. ഇത് മാച്ച് ചെയ്ത് കണ്ട് സെന്റൻസ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആൻസർ നോക്കാം. ഗമണ്ടി, ഗമണ്ടി അഹങ്കാരം. മുണ്ടേർപ്പർ, ഇവിടെ ഗമണ്ടി അഹങ്കാരിയാണ്. ഏംഡ് അഹങ്കാരം, ഇത് മാറിപ്പോകരുത്. അപ്പൊ ഗമണ്ടി മുണ്ടേർപ്പർ ഗഡാദ. അഹങ്കാരി പാരപ്പെറ്റിൽ നിൽക്കുകയായിരുന്നു. തിനക ഒരു പുൽക്കഷ്ണം. ദൂർസെ ആക്കർ ആങ്ക് മേ പട് ഗയ. ദൂരെ നിന്ന് വന്ന് കണ്ണിൽ പതിച്ചു. ഏംഡ് അഹങ്കാരം. ചുപ്പുകേസെ ഭാഗി. മിണ്ടാതെ ഓടിപ്പോയി. ആംഗ് കണ്ണ്. ലാൽ ഹോക്കർ ദുഃഖിനെ ലഗി. ചുവന്നുകൊണ്ട് ദുഃഖിനെ ലഗി വേദനിക്കാൻ തുടങ്ങി. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കവിതാക്കി വിശ്ലേഷണാത്മക ടിപ്പണിയിലേക്ക്. കവിതയുടെ ടിപ്പണി എഴുതാനാണ്. ഏതൊരു കവിതയുടെയും ആശയം പഠിച്ചു കഴിഞ്ഞാൽ ആ കവിതയിൽ നിന്ന് വരുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു ഹെഡിങ് കൊടുക്കുക. കവിതാക്ക ആശയ് അല്ലെങ്കിൽ ഏക് തിനക എന്നോ കൊടുക്കുക. കവിതയുടെ പേരാണ് ഏക് തിനക. ഒരു 3 പാരഗ്രാഫ് ആയിട്ട് തന്നെ എഴുതണം. നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫിൽ കവിതയുടെ പേരും കവിയുടെ പേരും നിർബന്ധമായും മെൻഷൻ ചെയ്തിരിക്കണം. യഹ് ഗദ്യാംശ് ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയൗദ് കി കവിത ഏക് തിനക സെ സംബന്ധിത് ഹേ. ഈ തന്നിരിക്കുന്ന ഗദ്യഭാഗം, ഈ തന്നിരിക്കുന്ന ഈ 3 പാരഗ്രാഫ് എഴുതിയിട്ടുള്ള ഈ ഗദ്യഭാഗം അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയൗദ് ജിയുടെ കവിതയിലെ ഏക് തിനക കവിതയായ ഏക് തിനക എന്ന കവിതയുമായി ബന്ധപ്പെട്ടതാണ്.
യഹ് ഗദ്യാംശ്, ഈ ഗദ്യഭാഗം ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയൗദ് അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയൗദിന്റെ കവിതയായ എക് തിനഗാസെ സംബന്ധിത, ഈ എക് തിനക എന്ന കവിതയുമായി ബന്ധപ്പെട്ടതാണ്. ഇസ് കവിത के माध्यम से कवि मनुष्य को घमंड न करने को सीख देते हैं. ഈ കവിതയിലൂടെ കവി മനുഷ്യരോട് അഹങ്കാരം കാണിക്കരുതെന്ന് ഉപദേശിക്കുന്നു. ഗമണ്ഡിന്ന കാർണേക്ക്, അഹങ്കാരം കാണിക്കരുതെന്ന് സീക്ക് ദേത്തെ ഹെ, പഠിപ്പിച്ചു തരുന്നു. കവി ബത്താത്തെ ഹെ, കവി പറയുന്നു കി എന്തെന്നാൽ അഹങ്കാർ വ്യക്തി കോ ഭീതർ സെ കംജോർ ബനാ ദേത്താ ഹെ. കവി എന്താണ് പറയുന്നത്? അഹങ്കാരം മനുഷ്യനെ ഉള്ളിൽ നിന്ന് തന്നെ ദുർബലനാക്കുന്നു എന്ന് കവി നമ്മോട് പറയുന്നു. കവി ബത്താത്തെ ഹെ, കവി പറയുന്നു അഹങ്കാർ വ്യക്തിക്കോ, അഹങ്കാരം വ്യക്തികളെ ഭീതർ സെ, ഉൾഭാഗം മനസ്സ് തന്നെ കംസോർ ബനാ ദേത്തി ഹെ, വീക്കാക്കുന്നു, ദുർബലനാക്കുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. ഇത്രയാണ് കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചും എഴുതിയിട്ട് ആ കവിതയിലെ ഒരു മോറൽ ഒരൊറ്റ ലൈനായിട്ട് എഴുതുക. എന്നിട്ട് സെക്കൻഡ് പാരഗ്രാഫിൽ കവിതയിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് കവിത തന്നെയാണ് അത് ഗദ്യമാക്കിയിട്ട് എഴുതുക. ഇസ് കവിത മേ കവിനെ ഘമണ്ഡ് കോ നിരർത്ഥക് ഹോനെ കോ ബത്തായാ ഹേ. ഈ കവിതയില് കവി അഹങ്കാരം അർത്ഥശൂന്യമാണെന്ന്, നിരർത്ഥക് ഹോനെ, അർത്ഥശൂന്യമാണെന്ന് പറഞ്ഞു തരുന്നു. ബത്തായാഹെ, നമ്മോട് പറഞ്ഞു തരുന്നു. കവി കഹ്താഹെ, കവി പറയുന്നു വഹ് ഗമണ്ഡ് സേ ഭരാ ഹുവാദ, കവി അഹങ്കാരം കൊണ്ട് നിറഞ്ഞിരുന്നു. തബി, അപ്പോൾ, അചാനക്, പെട്ടെന്ന്, ഏക് ചോട്ടാസ തിനക, ഒരു ചെറിയ പുൽക്കൊടി, ഒരു ചെറിയ വൈക്കോൽ, ഉസ്കി ആങ്ക് മേൻ ചൽപട, അദ്ദേഹത്തിന്റെ കണ്ണിൽ പതിച്ചു. ആങ്ക് ലാൽ ഹോക്കർ ദുഃഖിനെ ലഗി, കണ്ണ് ചുവന്നുകൊണ്ട് വേദനിക്കാൻ തുടങ്ങി. ഔർ ലോഗ് ഉസ്കി മദദ് കർനെ ലഗി, അപ്പൊ ആളുകൾ അദ്ദേഹത്തെ സഹായിക്കാൻ തുടങ്ങി. ഉസ് സമയ് ഉസ്കാ സാരാ ഘമണ്ഡ് മിട്ട് ഗയ, അപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ അഹങ്കാരവും, സാരാ ഘമണ്ഡ്, മുഴുവൻ അഹങ്കാരവും, മിട്ട് ഗയ, ഇല്ലാണ്ടായി. തബ് സമച്ചിനെ ഉസെ സമച്ചായാക്കി തൂ ക്യോം ഇത്തന ഏണ്ട് രഹാദ, അപ്പോൾ സമച്ച് എന്നിവിടെ ഉദ്ദേശിച്ചത് എന്റെ ബോധം ഉസേ സമച്ചായ, എന്നെ ബോധ്യപ്പെടുത്തി തന്നു. എന്തെന്നാൽ തൂ ക്യോം ഇത്തനായേണ്ട് രഹാദ, നീ എന്തിനാണ് ഇത്ര അഹങ്കാരം കാണിച്ചിരുന്നത്. ജബ് തേരെ ലിയേ ഏക് ചോട്ടാസ തിനകാഹി ബഹുത് ഹെ, ഇപ്പോൾ നിനക്ക് ഒരു ചെറിയ തിനക, ഒരു ചെറിയ പുൽക്കൊടി തന്നെ മതി എന്നതാണ് സത്യം. അപ്പൊ നിനക്ക് തേരേലിയ, നിനക്ക് വേണ്ടി ചോട്ടാസ തിനക, ഒരു ചെറിയ പുൽക്കഷ്ണം തന്നെ, ഒരു ചെറിയ വൈക്കോൽ തന്നെ, ബഹുത്ത് ഹേ, ധാരാളമാണ്. നിന്റെ അഹങ്കാരം ഇല്ലാണ്ടാക്കാന് ഒരു ചെറിയ പുൽക്കഷ്ണത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയ വൈക്കോൽ തന്നെ ധാരാളമാണ് എന്നാണ് ഈ കവിതയില് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫ്. ലാസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് കവിതയിൽ നിന്ന് എന്ത് ഗുണപാഠമാണ് ലഭിച്ചിട്ടുള്ളത് എന്നൊരു കൺക്ലൂഷൻ രൂപത്തിലാണ് എഴുതേണ്ടത്. നോക്കാം. തബ് കവിനെ വിവേക് तब कवि के विवेक ने उन्हें समझ आया कि इतना घमंड करना व्यर्थ है. തബ് കവിക്ക് വിവേകിനെ, അപ്പോൾ കവിയുടെ വിവേകം, ഉനയം സമച്ചായ, അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു, കവിയുടെ മനസാക്ഷി അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു. എന്തെന്നാൽ ഇത്തനാ ഗമണ്ട് കർണ വ്യർത്ഥ ഹേ, ഇത്രയും അഹങ്കാരം കാണിക്കുന്നത് വെറുതെയാണ്. ഏക് സാധാരണ തിനകാവി, ഒരു സാധാരണ വൈക്കോലിന് പോലും, ഒരു സാധാരണ പുല്ലിന് പോലും മനുഷ്യക്കോ പരേശാൻ കർ സക്താ ഹെ, മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ കഴിയും. ഇസിലിയെ, അതുകൊണ്ട്, വ്യക്തിക്കോ അപ്പനെ ശക്തി പർ കഭീ അഹങ്കാർ നഹി കർണാ ചാഹെ, വ്യക്തികൾ ഒരിക്കലും അവരുടെ കഴിവ് അപ്പനീ ശക്തി പർ, തന്റെ കഴിവില്, കബി ഒരിക്കലും, അഹങ്കാർ നഹീം കർണാ ചാഹി, അഹങ്കാരികളാകരുത്, അഹങ്കരിക്കരുത്. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ, അഹങ്കാർ സേ മൻ കോ ശാന്തി നഹി മിൽത്തി, അഹങ്കാരം കൊണ്ട് മനസ്സിന് സമാധാനം ലഭിക്കില്ല. യഹ് കവിത ആജ് ഭി ഉത്തനി ഹി സാർത്ഥക ഔർ പ്രസംഗിത് ഹെ, ഈ കവിത
ഈ കവിത ഇന്നും വളരെയധികം അർത്ഥവത്തായതും പ്രസക്തവുമാണ്. സാർത്ഥക് അർത്ഥവത്തായത്, പ്രാസംഗിക് പ്രസക്തവുമാണ്. कविता की प्रस्तुति ആത്മകഥാത്മക ശൈലി में की गई है. ആത്മകഥാപരമായ ശൈലിയിലാണ് കവിത അവതരിപ്പിച്ചിട്ടുള്ളത്. കവിതയുടെ ശൈലി ആത്മകഥാപരമായ ശൈലിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ആത്മകഥാത്മക ശൈലി എന്ന് വെച്ചാല്, കവി തന്റെ ജീവിതാനുഭവം പോലെ, അദ്ദേഹത്തിന് നടന്നൊരു സംഭവം പോലെയാണ് ഈ കവിത വർണ്ണിച്ചിട്ടുള്ളത്. ഞാൻ അഹങ്കാരത്തോടു കൂടി പാരപ്പറ്റിൽ കയറി, എൻ്റെ കണ്ണിൽ കരട് വീണു, എൻ്റെ അഹങ്കാരം ഇല്ലാണ്ടായി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ തന്നെ തൻ്റെ അനുഭവങ്ങളുടെ രൂപത്തിൽ വിവരിച്ചിരിക്കുകയാണ്. അതിനെയാണ് ആത്മകഥാത്മക ശൈലി. അപ്പൊ കവിതാക്കി പ്രസ്തുതി ആത്മകഥാത്മക ശൈലീമേം കി ഗയി ഹെ എന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ്. അദ്ദേഹം ആത്മകഥാപരമായ ശൈലിയിലാണ് ഇത് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.